ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിരുന്ന് മടി പിടിച്ചിരുന്നിരുന്ന് വൈകുന്നേരത്തെ ഒരു 7-7:15 ആയിട്ടോ ഞാൻ പച്ചക്കറി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണേ. ഞാനും എൻ്റെ അബിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിയൊന്നുമില്ല കേട്ടോ. രാത്രി കൊല്ലംകോട് ടൗണിലേക്ക് പോകാനൊന്നും പേടിയില്ല. ഞാൻ 8-9 മണിക്കാണെങ്കിൽ പോയിട്ട് വരും. ഒരു പേടിയില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ ടൗണിലേക്ക് എത്താൻ. അപ്പോൾ ഞാൻ പച്ചക്കറി എന്നും വാങ്ങുന്ന കടയാട്ടോ അത്. എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിരിക്കുന്നുണ്ടാവും. ഇത് പിന്നെ എന്താ പറയുക, പച്ച പട്ടാണിയാണ് കേട്ടോ, ഗ്രീൻ പീസ് എന്ന് പറയും. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും വെച്ചാലും. ഞാൻ കുറച്ച് സാധനമേ വാങ്ങുന്നുള്ളൂ, ശനിയാഴ്ചയും കൂടെ അവർക്ക് സ്കൂളുള്ളൂ. അപ്പോൾ കുറച്ച് സാധനം വാങ്ങിയിട്ട് ഞാനിതാ വീടെത്താറായി. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ. പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണേ. അപ്പോൾ അതായത് ബോക്സുകളിൽ ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ നീറ്റായിട്ടും ഫ്രഷായിട്ടും ഇരിക്കും കേട്ടോ. പിന്നെ അപ്പോഴേക്കും അച്യുത വന്നിട്ട് പഴമൊന്നും പഴുത്തിട്ടില്ല കേട്ടോ, അവനിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് ഇടങ്കേടുണ്ടാക്കിയിട്ടേ ഇരിക്കണ്ട രണ്ടുപേരും. അപ്പം ഞാൻ തക്കാളിയൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ ഉച്ചയ്ക്ക് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്ന് പച്ചക്കറി വാങ്ങണമല്ലോ, അപ്പോൾ തുടച്ചാണ്. ഏകദേശം കായ്കറികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഞാൻ ആ ക്ലിപ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പാത്രമൊക്കെ നിറയെ കഴുകാനുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ വരുമ്പോൾ തന്നെ ഒന്ന് അടുക്കള കാണാൻ നല്ലൊരു ഭംഗി, നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ പണിയൊക്കെ ചെയ്യാൻ വേഗം ചെയ്യാനുള്ള ഉഷാറുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെയ്യുമ്പോൾ നമുക്കൊരു വലിയൊരു മടിയാണ്. അതിൽ തന്നെ പിന്നെ സമയം പോകും കേട്ടോ. അപ്പോൾ രാത്രി തന്നെ ഞാൻ ഒക്കെ ഒന്ന് തുടച്ച് നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കും കേട്ടോ. പിന്നെ പാത്രം കഴുകി ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലിട്ടിട്ട് ഞാൻ കമഴ്ത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ തുടച്ച് കഴിയുമ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പോകും. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലെടുത്ത് വെക്കാം. പിന്നെ ഞാൻ കറിവേപ്പില വീട്ടിലുണ്ടായിരുന്നു, അത് ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിയാവറല്ലേ ചെറിയ പ്രാണികൾ വന്നിരുന്ന കാരണം ഞാനത് എടുക്കുന്നില്ലേ. പിന്നെ മല്ലിയിലയൊക്കെ വാങ്ങി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ സ്റ്റാൻഡിൽ ഒന്ന് കമഴ്ത്തി വെക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചീനച്ചട്ടിയൊക്കെ ഞാൻ കബോർഡിനുള്ളിൽ വെക്കുകയാണ്. പിന്നെ അടുക്കള ഏകദേശം ഒന്ന് മെസ്സി ആയിട്ടുണ്ട് കേട്ടോ, ഒന്നൊക്കെ ഞാൻ അടിച്ച് വാരുകയാണ്. അപ്പോൾ അടിച്ച് വാരി ഒന്ന് നമുക്ക് തുടച്ചിട്ടാൽ വൃത്തിയായിരിക്കും. അപ്പോഴത്തേക്കും എന്താ അച്ചുവും അമ്മമ്മയും കൂടെ TV കാണാം കേട്ടോ. അമ്മമ്മയല്ല, സോറി, അച്ഛമ്മ. അബി അച്ചു എന്തിടണം അതാണ് കേട്ടോ ഇരുന്ന് കാണുള്ളൂ. അമ്മമ്മ എന്ത് പറഞ്ഞാലും അവർ ഇട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇങ്ങനെയുണ്ടോ? പിന്നെ ഞാനൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ മല്ലിയിലൊക്കെ ഞാൻ ക്ലാസ്സിൽ വെച്ചാൽ കുറേ ദിവസം വാടാതെയൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പലചരക്ക് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കബോർഡിൻ്റെ ഉള്ളിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ തുടയ്ക്കുക കേട്ടോ. അടുക്കളയിൽ നിന്ന് തുടച്ചൊക്കെ രാത്രി നമ്മളിങ്ങനെ എന്താ പറയുക, ചവിട്ടിയൊക്കെ നടക്കണതല്ലേ. അപ്പോൾ പിന്നെ ഒന്ന് ഡെഡ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് തുടച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നല്ല കാണാൻ തന്നെ നല്ലൊരു അടിപൊളിയാട്ടോ. പിന്നെ ഞാൻ രാത്രി കുടിക്കാനുള്ള വെള്ളമൊക്കെ നിറച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ.